നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 66. ഹോസ്പിറ്റലിൽ അമ്മുവും ജയ്യും ടെൻഷനടിച്ചിരിക്കുമ്പോൾ വീട്ടിൽ മീനു ജയ്യെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. മീനു ചിന്തിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ദീപ മീനുവിൻ്റെ അടുത്തേക്കെത്തിയത്. ആ, നീ ഇവിടെ ഇരിക്കായിരുന്നു. എന്താ മോളെ ഇത്രയും വലിയൊരു ആലോചന? മീനുവിനോടായി ദീപ ചോദിച്ചു. "അം, ഒന്നുമില്ല ദീപേജി, ഞാൻ വെറുതെ ഇരുന്നതാ. നീ ഇന്ന് പോയില്ലേ? ലീവാണോ?" "ആ, അതെ, ഞാനിന്ന് ലീവ് എടുത്തു." "എന്തു പറ്റി?" "ഏയ് ഒന്നുമില്ല, രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര മടി. അപ്പം പിന്നെ പോകണ്ടെന്ന് വെച്ചു, അത്രേ ഉള്ളൂ." "ഓ, അങ്ങനെ. ആം, എന്താ ദീപേജി?" "അല്ല, ഞാൻ നിന്നോട് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അവസരം കിട്ടണ്ടേ?" "ആം, എന്താ ദീപേജി, കാര്യം പറ." "അല്ല, ഞാൻ നിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം." "എൻ്റെ പുതിയ വിശേഷങ്ങളോ?" "ഉം, എൻ്റെ പുതിയ വിശേഷങ്ങൾ എന്താ?" "അല്ല, അമ്മ എന്നോട് പറഞ്ഞു." "ഉം, അമ്മ പറഞ്ഞെന്നോ? അമ്മ പറയാൻ എനിക്കെന്താ പുതിയ വിശേഷം?" "അല്ല, കാറിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ അതാ ഞാൻ ഉദ്ദേശിച്ചത്." "കാറിൽ വെച്ച് നടന്ന സംഭവങ്ങളോ? എനിക്ക് മനസ്സിലായില്ല." "ആ, ഞങ്ങളൊക്കെ നിന്നെ തെറ്റിദ്ധരിച്ചു പോയല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ട്. പിന്നെ ഞങ്ങൾ തെറ്റിദ്ധരിക്കാനുള്ള കാരണം നിൻ്റെ പ്രവൃത്തി തന്നെയാണ്. അത് പിന്നെ ഞങ്ങളുടെ കുറ്റമല്ലല്ലോ." "ദീപേച്ചി എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല." ഒന്നും മനസ്സിലാവാതെ മീനു വീണ്ടും ചോദിച്ചു. "അതായത്, നീയും ജയ്യുമായുള്ള വിവാഹം, അത് എന്തുകൊണ്ടാണ് എന്നൊരു സംശയമായിരുന്നു ആദ്യം ഞങ്ങൾക്കുണ്ടായത്. പിന്നെ ഒരാളെ ഇഷ്ടപ്പെടാൻ അധികം നേരമൊന്നും നമുക്ക് വേണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ആദ്യം സമാധാനിച്ചു. പക്ഷെ വിവാഹം കഴിഞ്ഞ ശേഷം നിന്റെ പ്രവൃത്തി കണ്ടപ്പം നിനക്കവനെ തീരെ താല്പര്യമില്ലാതെയാണ് വിവാഹം കഴിച്ചതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ഞങ്ങളെല്ലാവരും ചിന്തിച്ചത്, തീരെ താല്പര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവനെ കല്യാണം കഴിച്ചതെന്നാണ്. അതിനുള്ള ഉത്തരം ഞങ്ങൾക്കാർക്കും കിട്ടിയിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ധാരണകളൊക്കെ തെറ്റായിരുന്നെന്നും അതൊക്കെ ഞങ്ങളുടെ വെറും സംശയമായിരുന്നെന്നൊക്കെ പെട്ടെന്നൊരു ദിവസം തെളിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം കൂടിയുണ്ട്." അം, "എന്ത് തെളിഞ്ഞെന്നോ ദീപേച്ചി ഉദ്ദേശിച്ചത്?" "പിന്നെ ആരെങ്കിലും ഇഷ്ടമില്ലാതെ കല്യാണം കഴിക്കുമോ? എനിക്കവനെ ഇഷ്ടമായത് കൊണ്ടാണല്ലോ ദീപേച്ചി ഞാൻ അവനെ കല്യാണം കഴിച്ചത്. അം, ഞങ്ങൾ തമ്മിൽ നിങ്ങൾ കരുതുന്ന പോലെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല." "ആ, അതാ ഞാൻ പറഞ്ഞത്, അതിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായതെന്ന്." മീനുവിന് ഒരു കാര്യം മനസ്സിലായി. താൻ ഈ വീട്ടിൽ എല്ലാവരുടെയും നിരീക്ഷണത്തിലായിരുന്നു. തൻ്റെ അമ്മ മാത്രമായിരുന്നില്ല, ദീപേജിയും ഈ വീട്ടിലുള്ള മറ്റുള്ളവരും തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജയ്യോടുള്ള ദേഷ്യം താൻ തീർക്കുന്നത് ഇവരെല്ലാവരും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. തൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു തെറ്റ് പറ്റിയതിൽ മീനുവിന് ഇന്ന് ഖേദമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിച്ചു പോയി. അതിനെ തനിക്കിനെ തിരുത്താനും സാധിക്കില്ല. അവൾ മനസ്സിൽ പറഞ്ഞു. എങ്കിലും എന്തുകൊണ്ട് താൻ അത് ചിന്തിച്ചില്ല? താൻ അവനോട് പ്രവർത്തിക്കുന്നത് മുഴുവൻ തൻ്റെ വീട്ടിലുള്ളവർ മനസ്സിലാക്കുന്നു എന്ന സത്യം തനിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയതിൻ്റെ കാരണം എന്തായിരിക്കും? ആരോടൊക്കെയുള്ള ദേഷ്യം അവനോട് താൻ തീർക്കുന്നത് താൻ ആലോചിച്ചു പോലുമില്ല അതിങ്ങനെയൊക്കെ വരുത്തുമെന്ന്. "ആം, നീ എന്താ ആലോചിക്കുന്നേ?" മീനുവിനോടായി ദീപ ചോദിച്ചു. ചിന്തയിൽ നിന്ന് മീനു പെട്ടെന്നുണർന്നു. "ആം, ഏയ് ഒന്നുമില്ല, നിങ്ങൾ വെറുതെ എന്നെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു എന്ന് ഞാനിങ്ങനെ സ്വയം ചിന്തിച്ചതാ." "ആ, തെറ്റിദ്ധാരണ തന്നെയാണ്. പക്ഷെ ഇപ്പം എനിക്ക് സന്തോഷമുണ്ട്. ഉം, അതുമാത്രമല്ല, എനിക്ക് നിൻ്റെ കാര്യത്തിൽ ചെറിയൊരു അസൂയയും." "അസൂയയോ? എന്തിന്?" "അല്ല, അവനെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ, അതുകൊണ്ട്." ദീപ പറഞ്ഞു.
നീ ഭാഗ്യവതിയാ മോളെ. അല്ലെങ്കിൽ ഇങ്ങനെയൊരു ചെക്കനെ കിട്ടുമോ? ദീപ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മീനുവിന് മനസ്സിലായില്ല. പൊതുവെ ഭർത്താക്കന്മാർക്കുണ്ടാകുന്ന മെയിനായ ഒരു സ്വഭാവം നിന്റെ ഭർത്താവിനില്ലല്ലോ, അത് തന്നെ പകുതി സമാധാനം അല്ലേ? ദീപേച്ചി എന്താ ഉദ്ദേശിച്ചത്? മീനു മനസ്സിലാവാതെ ദീപയോടായി വീണ്ടും ചോദിച്ചു. ഈ പൊതുവെ ആൺപിള്ളേർക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്കുള്ള ഒരു സ്വഭാവമാണ് ഭാര്യമാരെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരവസരവും അവർ വെറുതെ കളയില്ല. ഒരാൾ ഒന്നാണ് പറയുന്നതെങ്കിൽ അവർ ഏറ്റുപിടിച്ച് നാലാക്കി പറയും. ഇതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഭർത്താക്കന്മാരുടെ സ്വഭാവം. ഇപ്പം നിൻ്റെ ഏട്ടൻ്റെ കാര്യം തന്നെ എടുക്കാം. നിൻ്റെ അമ്മ ആ പാവം ഒരമ്മായിയമ്മ ആയതുകൊണ്ട് എന്നെക്കുറിച്ച് പൊതുവെ കുറ്റം പറയാറൊന്നുമില്ല. എന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നിൻ്റെ ഏട്ടൻ അത് പറഞ്ഞ് ഫലിപ്പിച്ച് ഈ ലോകത്തെ ഏറ്റവും വലിയ കുറ്റക്കാരൻ ഞാനെന്ന രീതിയിലായിരിക്കും സംസാരിക്കുക. അതാണ് നിൻ്റെ ഏട്ടൻ്റെ സ്വഭാവം. പിന്നെ ഈ ഒരു സ്വഭാവമാണ് മിക്ക ഭർത്താക്കന്മാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് ചെയ്താലും കുറ്റം പെണ്ണിലേക്ക് വന്നു ചേരും. ഇതുവരെ കണ്ടിട്ടുള്ള ഒരു അനുഭവം അങ്ങനെയാണ്. എന്തിന് നിൻ്റെ മുൻ ഭർത്താവ് പോലും അങ്ങനെയായിരുന്നില്ലേ? നിനക്ക് ഓർമ്മയില്ലേ? നിനക്കങ്ങനെ തോന്നിയിട്ടില്ലേ ഭാര്യമാരുടെ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമാണ് ഭർത്താവിൻ്റെ ജോലിയെന്ന്? മീനുവിനോടായി ദീപ ചോദിച്ചു. ദീപ പറഞ്ഞ ആ ഒരു വാക്ക് മീനുവിൻ്റെ മനസ്സിൽ പെട്ടെന്ന് കയറി. നിൻ്റെ മുൻ ഭർത്താവ്, അയാളെക്കുറിച്ചുള്ള ചിന്ത വീണ്ടും മീനുവിൻ്റെ മനസ്സിൽ കാട് കയറുന്നത് പോലെ. താൻ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ അപമാനം അതായിരുന്നു. താൻ ഏറ്റവും കൂടുതൽ മാനസികമായി പീഡിക്കപ്പെട്ടതും ആ ഒരൊറ്റൊരു കാരണത്തിലായിരുന്നു. എല്ലാവർക്കും മേൽ തന്നെ ഇട്ടുകൊടുക്കുക, തന്നെ കളിയാക്കുക, എത്രത്തോളം തന്നെ തരം താഴ്ത്താൻ സാധിക്കുമോ അത്രത്തോളം ചെയ്യുക, അപമാനിക്കുക. അതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ലഹരി, ഹോബി. അതിനൊക്കെ താൻ എന്നും ഇരയാവുമായിരുന്നു. തൻ്റെ കഴിഞ്ഞുപോയ അനുഭവങ്ങൾ ഓരോന്നായി അവളുടെ മനസ്സിൽ പെട്ടെന്ന് കയറിക്കൂടി. അറിയാതെയാണെങ്കിലും അവളുടെ കണ്ണു പെട്ടെന്ന് നിറഞ്ഞു. ഏയ്, എന്തു പറ്റി മോളെ? ഒന്നുമില്ല ദീപേച്ചി. നീ മുൻ ഭർത്താവിനെ കുറിച്ച് ഓർത്തല്ലേ? അല്ല, ആൾക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയാം. ഇവിടെയുള്ളവർ മനസ്സിലാക്കിയില്ലെങ്കിലും അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നിന്നോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. അതിനിടയ്ക്ക് എല്ലാ ഭർത്താക്കന്മാർക്കുള്ളൊരു സ്വഭാവം, അത്രയേ ഉള്ളൂ. അത് ഞാൻ ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. മനസ്സിലായോ? ആ ആ മനസ്സിലായി ദീപേച്ചി. കഴിഞ്ഞത് കഴിഞ്ഞു. എന്തായാലും നിനക്ക് നല്ലൊരാളെ തന്നെ ദൈവം തന്നില്ലേ, അതിൽ നീ സന്തോഷിക്ക്. ആ ഒരു കാര്യത്തിൽ നീ ഭാഗ്യവതിയാണ്. ഓക്കെ? അതെ ചേച്ചി, ഞാൻ ഭാഗ്യവതിയാണ്. പിന്നെ അല്ലാണ്ട് ഇന്നത്തെ കാലത്ത് കിട്ടുമോ അങ്ങനെ ഒരു പയ്യനെ? നിൻ്റെ അമ്മ നിന്നെ കുറ്റം പറഞ്ഞിട്ട് പോലും, അമ്മ കുറ്റമാണ് പറഞ്ഞതൊന്നുമല്ല, എന്നാലും ഉള്ളതാണ് പറഞ്ഞതെങ്കിലും നിനക്കല്പം വേദനിച്ചെന്ന് അമ്മ പറഞ്ഞു. എന്നിട്ട് പോലും അവൻ നിന്നെ സപ്പോർട്ട് ചെയ്തില്ലേ? അമ്മ പറഞ്ഞു അവൻ വാദിച്ചുവെന്ന് നിനക്ക് വേണ്ടിയിട്ട്. അവൾ നല്ലൊരു ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് നിന്നെക്കുറിച്ചൊരു പരാതിയും അവനില്ലെന്ന് അവൻ പറഞ്ഞുവെന്നും. പിന്നമ്മ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാറിൽ നിന്നിറങ്ങി നിന്നെ സമാധാനിപ്പിച്ചു, നിന്നെ ചേർത്ത് പിടിച്ചു, നിനക്ക് വേദനിച്ചെന്നറിഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞു അമ്മ. ആൾ ഭയങ്കര റൊമാൻറ്റിക്കാണെന്നൊക്കെ പറഞ്ഞു അമ്മ. ദീപ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മീനുവിൻ്റെ മുഖത്തും ആ ഒരു ചിരി വന്നു. തൻ്റെ പാസ്റ്റിനെ മറന്നുകൊണ്ട് അവൾ ആ ചിരിയിലങ്ങ് മുഴങ്ങി. കാറിൽ വെച്ചുണ്ടായ സംഭവം അവൾ വീണ്ടും ഒന്നോർത്തു. അമ്മ തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ അവൻ തന്നെ ചേർത്ത് പിടിച്ച നിമിഷം, അമ്മയോടായി തനിക്ക് വേണ്ടി വാദിച്ച നിമിഷം, എല്ലാം അവളുടെ കൺമുന്നിൽ പെട്ടെന്ന് തെളിഞ്ഞു. എന്താ സ്വപ്നം കാണുക? ഏയ്, ഒന്നുമില്ല. അവളൊന്ന് ചിരിച്ചു. എനിക്ക് മനസ്സിലായി ഇപ്പം നീ എന്താ ഓർത്തേന്ന്. ആ സീൻ നീ വീണ്ടും ഓർത്തല്ലേ? ഒന്ന് പോതിപ്പച്ചി, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും എൻ്റെ മോൾക്ക് ഭാഗ്യമുണ്ട്, എനിക്ക് അത്രേ പറയാനുള്ളൂ.
ഇനി അങ്ങോട്ട് സന്തോഷകരമായൊരു ജീവിതം നിനക്കുണ്ടാവട്ടെ. ഞാൻ നിനക്കത് ആശംസിക്കുന്നു. ആ, എന്തായാലും നിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, നിൻ്റെ വേദനകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ നിനക്ക് കിട്ടിയല്ലോ. ആം, അത് തന്നെയല്ലേടി ഈ ലോകത്ത് നമുക്ക് വേണ്ട ഒരു കാര്യം. ഏതൊരു പെണ്ണും കൊതിക്കുന്നത് അത് തന്നെയല്ലേ? നമ്മൾ പറയാതെ നമ്മുടെ വേദനകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ, നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരാൾ, അതിനുപരി മറ്റൊരാൾക്ക് മുന്നിൽ നമ്മളെ ഇട്ട് കൊടുക്കാത്ത ഒരാൾ. അങ്ങനെ ഒരാളാണ് നമ്മുടെ ലൈഫ് പാർട്ട്ണർ. അങ്ങനെ ഒരാളായ സത്യം പറഞ്ഞാൽ ദാമ്പത്യ ജീവിതം ഒരു സ്വർഗമായിട്ട് നമുക്ക് തോന്നും. ഭാര്യയും ഭർത്താവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ചട്ടിങ്കലാണെങ്കിൽ തട്ടിമുട്ടിയിരിക്കും. അതുപോലെ തന്നെയാണ്, ഭാര്യയ്ക്കും കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ഭർത്താവിനും അതുണ്ടാവും. എന്നാൽ പരസ്പരം അത് രണ്ടുപേരും മനസ്സിലാക്കിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അതാണ് ദാമ്പത്യം. അല്ലാതെ അവളുടെ ഒരു കുറ്റം ആരെങ്കിലും ഒന്ന് പറയുമ്പം അതിനെ 10 ഇരട്ടിയാക്കിയിട്ട് തിരിച്ച് പറയുന്നതല്ല ഭർത്താവ്. അങ്ങനെ ആവരുത് ഭർത്താവ് ഒരിക്കലും. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അവൻ ചെയ്തില്ലേ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിൻ്റെ അമ്മയാണ് നിന്നെ കുറ്റപ്പെടുത്തിയത്, എന്നിട്ട് പോലും അവൻ നിനക്ക് വേണ്ടി വാദിച്ചു, നിന്നെ സപ്പോർട്ട് ചെയ്തു. നിനക്ക് വേദനിച്ചെന്നറിഞ്ഞപ്പോൾ അവനും വേദനിച്ചു. നിൻ്റെ അമ്മയ്ക്ക് മുന്നിൽ പോലും അവൻ നിന്നെ ഇട്ടുകൊടുത്തില്ല. അതായത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മൂന്നാമതൊരാൾ ഇടപെടേണ്ടെന്ന് അവൻ അമ്മയോട് പറയാതെ പറഞ്ഞു. ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ലെന്ന് അവൻ നിന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അതുമാത്രമല്ല, നീ അവൻ്റെ ഏറ്റവും നല്ല ഭാര്യയാണെന്നും അവൻ അമ്മയ്ക്ക് മുന്നിൽ വാദിച്ചു. ഇതിൽ കൂടുതലൊക്കെ എന്ത് വേണോടെ ഒരു പെണ്ണിന്? ഇത്രയൊക്കെ പോരെ? ദീപേച്ചി പറഞ്ഞപ്പോഴാണ് അവൻ അത്രത്തോളം തനിക്ക് വേണ്ടി ചെയ്തു എന്ന കാര്യം കൂടി മീനു മനസ്സിലാക്കുന്നത്. താൻ പറയാതെ തൻ്റെ വേദനകൾ അവൻ തിരിച്ചറിഞ്ഞു. താൻ പറയാതെ തന്നെ അവൻ ചേർത്ത് പിടിച്ചു. മറ്റൊരാൾക്ക് മുന്നിലും തന്നെ അവൻ ഇട്ട് കൊടുക്കില്ല എന്ന് അവൻ പറയാതെ പറഞ്ഞു. ഇതൊക്കെ സത്യങ്ങളായിരിക്കും അല്ലേ എന്നവൾ അവളുടെ മനസ്സിനോടായി വീണ്ടും ചോദിച്ചു. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഇല്ല, ദീപേച്ചി പറഞ്ഞപ്പോഴാണ് ഞാനിതിങ്ങനെ ആലോചിച്ചത്. ദീപേച്ചി പറഞ്ഞത് ശരിയാ. എന്നെ അമ്മ കുറ്റം പറഞ്ഞപ്പോൾ എന്നേക്കാളും വേദനിച്ചത് അവനാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എനിക്ക് അമ്മ പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് വേണ്ടി അമ്മയുടെ അവൻ വാദിച്ചു. അത് സത്യമാണ്. എനിക്ക് വേദനിച്ചപ്പോൾ എന്നേക്കാളും അവന് വേദനിച്ചു. അവൾ ഒന്ന് പറഞ്ഞു നിർത്തി. അതെ, അങ്ങനെ ആവണമല്ലോ ഭർത്താവ്. അതാണ് നല്ലൊരു പാർട്ട്ണർ. നമ്മൾ വേദനിക്കുമ്പോൾ നമ്മൾ പറയാതെ തന്നെ ആൾക്ക് മനസ്സിലാവണം. അതാണ് അതിൻ്റെ ഒരു പവർ അല്ലേ? അതിനൊക്കെയാണ് നമ്മൾ പറയുക ആത്മാർത്ഥ സ്നേഹം എന്നൊക്കെ അല്ലേ? നമ്മൾ പറയാതെ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, നമ്മളെ മനസ്സിലാക്കാൻ പറ്റുക. നമുക്കിനി എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും മറ്റൊരാളുടെ മുന്നിൽ അത് പറഞ്ഞ് നമ്മളെ കളിയാക്കാതിരിക്കുക, ഏതവസ്ഥയിലും നമ്മളെ ചേർത്ത് പിടിക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നൊക്കെ പെണ്ണങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അങ്ങനെ തോന്നുന്നില്ലേ നിനക്ക്? അതെ ദീപേച്ചി, ശരിയാ ദീപേച്ചി പറഞ്ഞത്. പിന്നെ എനിക്ക് നിന്നോടൊരു വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ ദീപേച്ചി? അല്ല, എപ്പോഴും ഭർത്താവ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല, ഈക്വൽ ആവണം. ഭാര്യമാരും അഡ്ജസ്റ്റ് ചെയ്യണം. അതെന്താ ദീപേച്ചി അങ്ങനെ പറഞ്ഞ? അങ്ങനെയല്ല, ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ ദൈവം കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഒരുപാട് പിടിവാശിയോ ഒന്നും കാണിക്കാതിരിക്കുക, അത് മോക്ക് നല്ലതായിരിക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ അയാൾ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യുക എന്നതാണ്. അയാൾ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തിരിച്ച് സ്നേഹിക്കാം.
അല്ലാതെ സ്നേഹമായാലും റെസ്പെക്റ്റ് ആയാലും എന്തായാലും അയാൾ മാത്രം ചെയ്യണം, എനിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന നിലപാടിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. രണ്ടുപേരും ഈക്വലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഇത് രണ്ടും. മനസ്സിലായോ? ഇതാണ് എൻ്റെ ഒരിത്. മീനു കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് നിൻ്റെ കാര്യത്തിൽ. കുറച്ചുകൂടി അവനെ നീ കെയർ ചെയ്യണം എന്നെനിക്ക് തോന്നുന്നു. അല്ല, എനിക്കെന്നല്ല, ഇവിടെ എല്ലാവർക്കും ആ ഒരു കാര്യം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അമ്മ നിന്നോട് പറഞ്ഞല്ലേ, അവൻ വരുന്ന ഒരു ദിവസം പോലും അവന് വേണ്ടി നീ കാത്തിരിക്കുന്നത് ഞങ്ങൾ ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. എന്തിന്? നീ എല്ലാ ദിവസവും ഹാളിലിരുന്ന് ടി വി കാണും പാതിരാത്രി വരെ. അവൻ വരുന്ന ദിവസം നീ എന്താ ചെയ്യാറുള്ളത്? അന്ന് നീ റൂമിൽ പോയിരിക്കും. നീ മനഃപൂർവ്വമല്ലേ അത് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ അവനെ ഇൻസൾട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശമല്ലേ നിനക്കുള്ളൂ? മീനു ഒന്നും മിണ്ടിയില്ല. നിൻ്റെ ഈ മൗനം, അത് ഞാൻ പറഞ്ഞതാണ് ശരിയെന്നുള്ളത് കറക്റ്റല്ലേ? നിനക്ക് അങ്ങനെ എന്തൊക്കെയോ അവൻ്റെ കാര്യത്തിലുണ്ട്. ഒരു പക്ഷേ അവൻ്റെ സ്റ്റാറ്റസ് കുറഞ്ഞു പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? നിന്നേക്കാളും താഴെയാണ് അവനെന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഞാനങ്ങനെയൊന്നും അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാ. എനിക്കറിയില്ലല്ലോ നിൻ്റെ മനസ്സിലെന്താണെന്ന്. അങ്ങനെയൊന്നും ആവാതിരിക്കുക എന്താണ് ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നൊരു കാര്യം. അവൻ നിന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്, വല്ലാണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, വല്ലാണ്ട് നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പ്രശ്നം വന്നാൽ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് അവൻ നിന്നോട് പറയാതെ പറയുന്നുണ്ട്. ഒരാൾക്ക് മുന്നിലും നിന്നെ ഇട്ട് കൊടുക്കില്ല എന്ന് അവൻ നിനക്ക് ഉറപ്പിച്ച് തരുന്നുണ്ട്. അങ്ങനെ അവൻ നിന്നെ ചേർത്ത് പിടിക്കുമ്പോൾ കുറച്ചൊക്കെ അവനും പ്രതീക്ഷിക്കുമല്ലോ. അമ്മയുടെ മുന്നിൽ അവൻ പറഞ്ഞു നീ ഒരു നല്ല ഭാര്യയാണെന്ന്. പുറമേ നിന്ന് നിങ്ങളുടെ ജീവിതം കണ്ട ഞങ്ങൾക്കാർക്കും ആ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങളെങ്ങനെയാണെന്നോ, നിങ്ങൾ രണ്ടുപേരുള്ളപ്പോൾ നിങ്ങളെങ്ങനെയാണെന്നോ ഞങ്ങൾക്കറിയില്ലല്ലോ. പക്ഷേ പുറമേ നിന്ന് കാണുന്ന ഞങ്ങൾക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, നീ മനസ്സിലാക്കണം. കുറച്ചൊക്കെ നീയും അഡ്ജസ്റ്റ് ചെയ്യണം. നിൻ്റെ സ്റ്റാറ്റസിൻ്റെ യോഗ്യതകൾ നീ അളക്കരുത്. ഞാൻ ഒരിക്കലും അങ്ങനെ അവനെ അല്ല, നീ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയൊരു കാര്യം നിന്നോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? എന്തായാലും എനിക്ക് തോന്നുന്നത് നിനക്ക് ഈ ലോകത്ത് ദൈവം തന്ന ഒരു ബെസ്റ്റ് പാർട്ട്ണർ തന്നെയാണ് അവനെന്നാണ്. ദൈവം ഏറ്റവും ബെസ്റ്റ് എന്ന ഒന്നിനെ തന്നിട്ട് അതിനെ മനസ്സിലാക്കാതെ നിനക്കത് കൈവിട്ട് പോകരുത്. എനിക്ക് അത്രേ നിന്നോട് പറയാനുള്ളൂ. എനിക്ക് മനസ്സിലായി ദീപേച്ചി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇല്ല, ദൈവം തന്ന ഒരു പാർട്ട്ണർ, എനിക്ക് തന്ന ബെസ്റ്റ് ഗിഫ്റ്റ്, യെസ്, അത് തന്നെയാണ് അവൻ. അത് കൈവിട്ട് പോവാതെ ഞാൻ നോക്കിക്കോളാം. എന്നാൽ ശരി മോളെ, എനിക്ക് ജോലിയുണ്ട്, ഞാൻ അപ്പുറത്ത് പോട്ടെ. ഇതും പറഞ്ഞു ദീപ എണീറ്റു. ദീപേച്ചി പോയതിന് ശേഷമാണ് ദീപ പറഞ്ഞ പല കാര്യത്തെക്കുറിച്ചും മീനു ആലോചിച്ചത്. എൻ്റെ വേദനകൾ മനസ്സിലാക്കാൻ, എന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് എനിക്കായി ദൈവം കൊണ്ടുവന്ന് തന്നതാണ് അവനെ എന്നതൊരു വലിയ സത്യം തന്നെയാണ്. ഇനി ഒരിക്കലും ഞാൻ അവനെ വേദനിപ്പിക്കില്ല, സ്നേഹിക്കുക മാത്രം ചെയ്യുള്ളൂ. മീനുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.